പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിൽ കുടുംബത്തിന്റെ മൊഴിയെടുത്ത് പോലീസ്. സഹോദരിയെയും മുത്തശ്ശിയെയും അച്ഛനെയും സ്റ്റേഷനിലെത്തിച്ച് മൊഴിയെടുപ്പ് ഇപ്പോൾ തുടരുകയാണ്. അമ്മയായ സീതുവിന്റെ മൊഴിയും വീണ്ടും രേഖപ്പെടുത്തും. പ്രതിയായ ഹരികുമാറിന്റെയും സീതുവിന്റെയും മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. പ്രതി അന്വേഷണത്തോട് ഇപ്പോഴും നിസ്സഹകരണം തുടരുകയാണ്. റിനു സീത ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റിനു, ഈ അമ്മയുടെ മൊഴി വീണ്ടും എടുക്കാൻ സാധ്യതയുണ്ടല്ലേ കോടതിയിൽ ഹരികുമാറിനെ ഹാജരാക്കുന്നതിന് മുൻപ്? ഡോക്ടർ അരുൺകുമാർ, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഫോണിന്റെ ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കേണ്ടതായിട്ട് ഉണ്ട്. അതിനുശേഷമായിരിക്കും അമ്മ ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ്. കോടതിയിൽ ഈ പ്രതിയായിട്ടുള്ള ഹരികുമാറിനെ ഹാജരാക്കുന്നതിന് മുമ്പേ അമ്മയെ ഇവിടെ എത്തിക്കുമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. രാവിലെ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. നിലവിൽ കഴിഞ്ഞ ദിവസം ഈ അമ്മ ശ്രീതയെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള തെളിവുകളും അവർക്കെതിരായി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം ഹരികുമാറിനെതിരെ കൃത്യമായിട്ടുള്ള മൊഴി നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഈ കുട്ടികളെ അടക്കം നേരത്തെ ഇദ്ദേഹം ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് ആ മൊഴിയിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഈ മൂത്ത കുട്ടിയെ കൂടി പുലർച്ചെ ഇവിടെ എത്തിച്ച് അത്തരത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മൊഴി എടുക്കുന്നുണ്ട്. എന്തായാലും മുത്തശ്ശി ശ്രീകലയെയും അതുപോലെ തന്നെ ഈ മൂത്ത കുട്ടിയെയും രാവിലെ ഇവിടെ എത്തിച്ചു. അതിനുശേഷം അല്പസമയം മുമ്പാണ് ഈ കുട്ടിയുടെ പിതാവ് ശ്രീജിത്തിന്റെ പിതാവിനെയും സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരെ കൂടി മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ കുട്ടിയുടെ ഈ കൊലപാതകം നടന്ന വീട്ടിലേക്ക് റൂറൽ SP അല്പസമയത്തിനകം എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം അദ്ദേഹം സ്റ്റേഷനിലേക്കും വരും. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് പ്രതികരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും നമുക്കുണ്ട്. അത്തരമൊരു വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതി മാത്രമാണ് ഉള്ളത്, ഹരികുമാർ ഇപ്പോഴും സ്റ്റേഷന് അകത്ത് സെല്ലിൽ തന്നെയുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിനോടൊക്കെ തന്നെ വിമുഖത കാട്ടിയിരുന്നു. വെള്ളം പോലും കുടിക്കുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഓഫീസർമാരോട് ഹാർഷായി പെരുമാറുന്ന തരം കാര്യം ഇന്നലെ ചോദ്യം ചെയ്യുമ്പോഴും വലിയ രീതിയിൽ സഹകരിക്കാത്ത ഒരു മനോഭാവമായിരുന്നു. പിന്നീട് ഈ വാട്സ്ആപ്പ് ചാറ്റുകളൊക്കെ എടുത്തു വെച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഇദ്ദേഹം ഈ കുറ്റം സമ്മതിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഒരു യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളതിൽ ഒരു കൃത്യത വരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിനെ വല്ലാണ്ട് കുഴപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുന്നോടിയായി പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം. അതിനു മുമ്പായി തന്നെ കേസ് കൃത്യമായി ഫ്രെയിം ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന തിരക്കിൽ കൂടിയാണ് പോലീസ്. എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിന്റെ ഒരു വിവരങ്ങളൊന്നും നിലവിൽ ലഭ്യമല്ല. കോടതിയിൽ ഉച്ചയ്ക്ക് മുന്നോടിയായി തന്നെ ഉച്ചയോടുകൂടി തന്നെ ഹാജരാക്കും എന്നുള്ളതാണ്. ഹാജരാക്കുന്നതിന് മുമ്പ് ഹാജരാക്കി 5 ദിവസത്തെ കസ്റ്റഡി കൂടി ആവശ്യപ്പെടുമെന്നുള്ളതാണ്. കസ്റ്റഡി ലഭിക്കുകയാണെങ്കിൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. കസ്റ്റഡി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതും ഉണ്ടായിരുന്നു.